Hello everyone, welcome back to my channel Aradhi's Kitchen and Vibes. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ സൂപ്പാണ്. അപ്പോൾ നമുക്കത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. 5 മിനിറ്റ്സ് 5 to 10 മിനിറ്റ്സ് 10 മിനിറ്റ്സ് വേണ്ട, നമുക്ക് അത് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അപ്പോൾ ഇത് ടൊമാറ്റോ സൂപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊരു 1 കിലോ പഴുത്ത തക്കാളിക്ക ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ട് അത് മുറിച്ച് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് വേണ്ടത് 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്രയും ചെറിയൊരു ഉള്ളി സവോള, പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി കുറച്ച്. നിങ്ങൾക്ക് കുറച്ചേ ഉള്ളെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലിടാം, അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ കുറച്ചിടാം. പിന്നെ ഒരു ഇലയുണ്ട്, പിന്നെ കറുവപ്പട്ട ഒരു പീസാണിത്, ഞാനത് വാഷ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ മുറിച്ചതേ ഉള്ളൂ. പിന്നെ മല്ലിയില നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയും മല്ലിയില, പിന്നെ 1 ഗ്ലാസ് വെള്ളം, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുക്കറിൻ്റെ അകത്തോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു വിസിലടിപ്പിക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ ചെയ്യാം. എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചങ്ങ് ഇട്ടാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ടൊമാറ്റോ സൂപ്പാണ്. അപ്പോൾ നമുക്കിത് കുക്കർ അടുപ്പിൽ വെച്ച് നമുക്ക് ഒരു വിസിൽ അടിച്ചു. ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ടൊമാറ്റോ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഇതിൻ്റെ അകത്തോട്ട് തന്നെ വേറെ പാത്രത്തിലൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് ബ്ലെൻഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മിക്സറിലാണെങ്കിലും അടിച്ചെടുക്കാം, പക്ഷേ അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് ചൂടോടുകൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങ് അടിച്ചെടുക്കാം. താഴോട്ട് അങ്ങോട്ട് ഇടാതിരുന്നാൽ മതി. അപ്പോൾ നമുക്കിതിൽ പെട്ടെന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, 1 കപ്പോളം. ഇനിയും വീണ്ടും നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൊമാറ്റോൻ്റെ നമുക്ക് വല്ലാതെ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കുരുവൊക്കെ മാറ്റണ്ടേ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. വേണ്ടത് ഇങ്ങനത്തെ കട്ടിയുള്ള ഒരു അരിപ്പ വേണം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിതിൻ്റെ അകത്തൊന്നും വേറെ ഒന്നും ചേർത്തിട്ടില്ല. കോൺഫ്ലവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചൊന്ന് എടുക്കാം. ഇതുണ്ടല്ലോ നല്ലോണം അരിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ കുറച്ചൊരു വിഷമമായിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന്. അപ്പോൾ നല്ല കട്ടിയുള്ള അരിപ്പയിൽ നല്ലൊരു സ്പൂണിട്ട് നമുക്ക് ഇങ്ങനെ നല്ലൊരു പ്രസ് ചെയ്ത് അരിച്ചെടുത്താൽ മതി. അത് 2-3 ബാച്ചായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് ടൊമാറ്റോൻ്റെ തൊലിയാണേലും അതിൻ്റെ സീഡ്സ് ആണേലും എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും, എടുത്ത് കളയാം. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വേസ്റ്റ് വന്നിരിക്കുന്ന, ഇത്രയേ ഉള്ളൂ. 1 കിലോ ടൊമാറ്റോൻ്റെ അതിൻ്റെ സ്കിന്നും അതിൻ്റെ സീഡ്സ് എല്ലാം കൂടെ കൂടി നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ടൊമാറ്റോ സോസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി വേറെ 2-3 കാര്യങ്ങളോട് ചേർക്കാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് പിന്നെ ബട്ടർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് എരിവിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി നല്ലപോലെ ചൂടായിരിക്കുക, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ടൊമാറ്റോ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല നമ്മൾ വേറെ ഒന്നും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 1 കിലോ തക്കാളിക്ക ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 4 പേർക്ക് 4 സെർവിങ്സ് നമുക്ക് ആരാംസെ 45 സെർവിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് സിമ്പിൾ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ടൊമാറ്റോ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ